CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ കോഴിക്കോടടക്കം 8 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടക്കുകയാണ്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ വീട്ടിലടക്കമാണ് ED റെയ്ഡ് ഇപ്പോൾ നടക്കുന്നത്. P. നിഖിലിന്റെ കരുവനന്തപുരത്തിലെ വീട്ടിലും അശോകപുരത്തെ ഫ്ളാറ്റിലും റെയ്ഡ് നടക്കുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ഡയറിയിലെ പേരുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ പരിശോധന. നേരത്തെ DTPC കോർഡിനേറ്ററായി പ്രവർത്തിച്ചിരുന്ന മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അടുത്ത സുഹൃത്തായ നന്ദുലാലിന്റെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. മാസപ്പടി കേസിൽ പ്രതികളായവർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള അവസാനഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് നിലവിലെ പരിശോധന എന്നാണ് വിവരം. വീണ പാർട്ട്ണറായ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടും പരിശോധനകൾ നടക്കുന്നു. നേരത്തെ ലേക്കർ ഇന്ത്യ കോർപ്പറേഷന്റെ അക്കൗണ്ടിലെ 16.5 ലക്ഷം രൂപ ED മരവിപ്പിക്കുകയും ചെയ്തു. കേസിൽ വീണയെ ചോദ്യം ചെയ്തതിന് പിന്നാലെ അന്വേഷണം വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരുന്നു. വീണയുടെ മൊഴികളിൽ വ്യക്തത ഇല്ലെന്നായിരുന്നു ED സംഘം പറഞ്ഞത്. 2.25 കോടി രൂപയുടെ വിനിയോഗത്തിലടക്കം വ്യക്തത വന്നിട്ടില്ല. CMRL ഉന്നതരുടെ മൊഴികളും വീണയുടെ മൊഴികളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നുമാണ് വിലയിരുത്തൽ. വീണയും CMRL തമ്മിൽ കരാർ ഉണ്ടായത് എങ്ങനെയാണെന്നും അന്വേഷണം നടക്കുകയാണ്. 2024 ഏപ്രിലാണ് CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ ED ECIR രജിസ്റ്റർ ചെയ്തത്. CMRL കമ്പനിയും വീണ ടിയുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന IT കമ്പനിയും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് കേസ്. എക്സാലോജിക് നൽകിയ IT സേവനങ്ങൾക്കുള്ള പ്രതിഫലം എന്ന നിലയിൽ 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ CMRL 1.25 കോടി രൂപ നൽകിയെന്നും എന്നാൽ കമ്പനിക്ക് അത്തരം സേവനങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുമുള്ള ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തലാണ് അന്വേഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അതിനെ തുടർന്ന് SFIO ഈ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് EDയും കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ പണം കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഭാഗമാണോ എന്നും രാഷ്ട്രീയ സ്വാധീനം ഇതിന് പിന്നിലുണ്ടോ എന്നും ED സംശയിക്കുന്നു. ആദ്യഘട്ടത്തിൽ ECIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പാണ് ED പരിശോധന നടത്തിയത്. തുടർന്ന് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കോടതിയുടെ അനുമതി ലഭിച്ചതിന് പിന്നാലെ പിണറായി വിജയന്റെ വീടുകൾ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ ED പരിശോധന നടത്തിയിരുന്നു. അതിന് പിന്നാലെ എക്സാലോജിക് ഡയറക്ടർ വീണയെ ED 2 തവണ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. 66 ലക്ഷം രൂപയുടെ നെഗറ്റീവ് വളർച്ചയും 5 ലക്ഷം രൂപയുടെ വളരെ കുറഞ്ഞ ബിസിനസ് വിറ്റുവരവുമുള്ള വളരെ ദുർബലമായ സാമ്പത്തിക അടിത്തറയിലാണ് എക്സാലോജിക് സൊല്യൂഷൻസ് പ്രവർത്തിച്ചിരുന്നത്. അതിനാൽ തന്നെ CMRL നിന്ന് ലഭിച്ച ഫണ്ടുകളെ കമ്പനിക്ക് പൂർണ്ണമായും ആശ്രയിക്കേണ്ടി വന്നു. CMRL MD ശശിധരൻ കർത്തയുടെ ഉടമസ്ഥയിലുള്ള കമ്പനിയായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എക്സാലോജിക്കിന് 50 ലക്ഷം രൂപ വായ്പ നൽകിയെന്നും EDയുടെ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്.